അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. രോഗം വന്നാൽ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോഗമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മന്ത്രിച്ചൂതി കൊടുത്തിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചൂതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിച്ചുകൊണ്ട് തടവുമ്പോൾ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു ഹെഡിങ് തന്നെ കൊടുത്തത് ബാബു റുഖിയ്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രം എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ അബൂ ഹംസയോട് പറഞ്ഞത് അല അർഖീഖ ബി റുഖിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റുഖിയ കൊണ്ട് മന്ത്രം കൊണ്ട് ഞാൻ നിനക്ക് മന്ത്രിച്ച് തരട്ടെയോ എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാന യുഅവ്വിദു ബഅള അഹ്ലിഹി യംസഹു ബിയദിഹിൽ യുംന വയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാർക്ക് അസുഖം വന്നാൽ വലത് കൈകൊണ്ട് അവർക്ക് തടവി കൊടുക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മന്ത്രിക്കുകയും ചെയ്യും. മറ്റൊരു റിവായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാന യർഖി ബിഹാദി റുഖിയ, ഈ മന്ത്രം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ രോഗികൾക്ക് വേണ്ടി മന്ത്രിച്ച് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥന ഏതാണ്? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിപ്രകാരമാണ്. ഇമാം ബുഖാരിയിൽ കാണാം, അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ, അദ്ഹിബിൽ ബഅസ, നീ ഈ രോഗത്തെ മാറ്റണമേ, ഇഷ്ഫിഹി, ഈ വ്യക്തിക്ക് നീ ശിഫ നൽകണമേ, ശമനം നൽകണമേ, വ അൻത ഷാഫി, നീയാകുന്നു ശമനം നൽകുന്നവൻ, ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല, ഷിഫാഅൻ ലാ യുഗാദിറു സഖമ, വേദനയോ രോഗമോ ഒരല്പം പോലും ബാക്കി വെക്കാതെ പരിപൂർണമായ ശിഫ നീ നൽകണമേ, നീയാകുന്നു ശിഫ നൽകുന്നവൻ. ഈ ദുആ നമ്മൾ പഠിക്കുക. നമുക്ക് രോഗം വന്നാലും നമ്മുടെ ശരീരത്തിൽ തടവിക്കൊണ്ട് നമുക്ക് മന്ത്രിക്കാം. നമ്മുടെ മക്കൾക്കും ഇണകൾക്കുമൊക്കെ ഈ ദുആ കൊണ്ട് മന്ത്രിച്ചു കൊടുക്കാം. കൂട്ടുകാർക്കും എല്ലാവർക്കും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.